നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമായി ഉടക്കിലായ IT സെല്ല് BJPക്ക് തലവേദനയാകുന്നു. കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ നോട്ടീസിലും പ്രചാരണ ഗാനത്തിലും അബദ്ധങ്ങൾ വന്നത് മനഃപൂർവ്വമാണെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ വിലയിരുത്തൽ. കെ സുരേന്ദ്രൻ ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ പോലും ഏറ്റെടുക്കാതെ വന്നതോടെ IT സെൽ കൺവീനറെ മാറ്റണമെന്ന് നേരത്തെ തന്നെ ആവശ്യമുയർന്നിരുന്നു. പദയാത്രയിലെ നോട്ടീസിലും പ്രചരണ ഗാനത്തിലും IT സെൽ മനഃപൂർവ്വം പിഴവ് വരുത്തി എന്നാണ് BJP ഔദ്യോഗിക പക്ഷം വിശദീകരിക്കുന്നത്. വേണ്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നില്ലെന്നും വേണ്ടാത്ത പുലിവാല് പാർട്ടി ഉണ്ടാക്കി കൊടുക്കുന്നുവെന്നുമാണ് S. ജയശങ്കർ കൺവീനറായ IT സെല്ലിനെ കുറിച്ച് BJPയുടെ സംസ്ഥാന ഔദ്യോഗിക പക്ഷ നേതാക്കൾ വിലയിരുത്തുന്നത്. കെ സുഭാഷ് സംഘടനാ സെക്രട്ടറിയായി വന്നതോടെയാണ് IT സെല്ലിലുണ്ടായ സ്വാധീനം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് നഷ്ടമായത്. കേന്ദ്ര സഹമന്ത്രി വി. മുരളീധരൻ വാർത്താസമ്മേളനം നടത്തിയാൽ പോലും BJP കേരളം എന്ന ഫേസ്ബുക്ക് പേജിൽ പലപ്പോഴും കൊടുത്തിരുന്നില്ല. കെ സുരേന്ദ്രൻ രാഷ്ട്രീയ വിഷയങ്ങളിൽ എത്ര ആരോപണങ്ങൾ ഉന്നയിച്ചാലും IT സെല്ല് ഏറ്റുപിടിക്കില്ല. 3 വർഷം കൊണ്ട് സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്ലാറ്റ്ഫോമിലും പാർട്ടി പിന്നിൽ പോയി. ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് തുച്ഛമായ ലൈക്കുകൾ മാത്രമാണ് ലഭിക്കുന്നത്. ക്രിയാത്മകമായ ഒരു ഇടപെടലും നടക്കുന്നില്ലെന്ന വിമർശനം ഉയർന്നതോടെ S. ജയശങ്കറിനെ മാറ്റണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ സംഘടനാ സെക്രട്ടറി കെ സുഭാഷിനാണ് IT സെല്ലിന്റെ നിയന്ത്രണം. ഇതിൽ പാർട്ടി അധ്യക്ഷന് ഇടപെടാനും കഴിയാത്ത അവസ്ഥയാണുള്ളത്. സമാന്തര ഗ്രൂപ്പ് ഉണ്ടാക്കി R. സുഭാഷ് IT സെല്ല് പിടിച്ചെടുത്ത അവസ്ഥയിലാണ്. സംസ്ഥാന അധ്യക്ഷനും മീതെ സോഷ്യൽ മീഡിയ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ സുരേന്ദ്രനും അനുകൂലികൾക്കും കല്ലുകടിയായി. തനിക്ക് പങ്കാളിത്തമുള്ള ഒരു കമ്പനി IT സെല്ലിന്റെ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചതിന് പിന്നിൽ RSS നേതാവിന് പങ്കുണ്ടെന്നാണ് പാർട്ടിയിലെ അടക്കം പറച്ചിൽ. രാധാമോഹൻ അഗർവാളിനാണ് സോഷ്യൽ മീഡിയ ചുമതല. തമിഴ്നാടിനെ അപേക്ഷിച്ച് ഏറെ പിന്നിലാണ് കേരളത്തിലെ പ്രവർത്തനങ്ങളെന്ന അഗർവാളിന്റെ ട്വീറ്റ് നേരത്തെ തന്നെ പാർട്ടിയിൽ ചർച്ചയായിരുന്നു. അമലയെ ചൊല്ലി പൊല്ലാപ്പിലായ ഔദ്യോഗിക ഗാനത്തിലെ ആ വരികൾ അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക് കൂട്ടരെ എന്ന ആഹ്വാനമുള്ള ആ പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. ദുരിതമേറ്റ് വാടി വീഴും പതിതക്കൊടി, മാനവർക്കൊരഭയമായി ഞങ്ങളുണ്ട് കൂട്ടരെ, പതിയിരിക്കും ഇടതുപക്ഷ വഞ്ചന പിശാചിനോടും എതിരിടാൻ ഞങ്ങളുണ്ട് കൂട്ടരെ എന്ന വരികൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം അവർ തന്നെ ഉയർത്തിയിരിക്കുന്നത്. അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണം തച്ചുടയ്ക്കൂ എന്നിങ്ങനെ പോകുന്നു. ഇത്തരം അഴിമതിക്കാരെ തച്ചുടയ്ക്കാൻ താമരയ്ക്കും കൊടി പിടിക്കാൻ ആഹ്വാനം ചെയ്ത ഗാനം പദയാത്ര തത്സമയം നൽകുന്ന BJP കേരളം എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തു വന്നത്. പാട്ടിൽ BJPക്ക് പിണഞ്ഞ അമളി സമൂഹമാധ്യമങ്ങളിൽ വൻ ട്രോളിനാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. ആദ്യമായാണ് സുരേന്ദ്രൻ ഒരു സത്യം പറയുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പരിഹാസം.